പുനലൂർ മണിയാർ അഷ്ടമംഗലം ശ്രീ മഹാവിഷ്ണു ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ അനുവദിച്ച ലോമാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം പുനലൂർ എംഎൽഎ PS സുബാൽ നിർവഹിച്ചു. അഷ്ടമംഗലം ശ്രീ മഹാവിഷ്ണു ശ്രീ ഭഗവതി ക്ഷേത്ര മൈതാനത്തിലേക്ക് PS സുബാൽ എംഎൽഎയുടെ സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്നും അനുവദിച്ച ലോമാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മമാണ് നിർവഹിച്ചത്. ഇപ്പോൾ അവിടെ വലിയ 150-200 കോടി രൂപയുടെ വലിയ പ്രോജക്റ്റ് ഗവൺമെന്റ് നടപ്പാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആളുകളുടെ തീർത്ഥാടന കേന്ദ്രങ്ങൾ അതെല്ലാം തന്നെ പരമാവധി സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് ഭക്തജനങ്ങൾക്ക് ഏറ്റവും സൗകര്യമായിട്ടുള്ള സംവിധാനം ഒരുക്കുവാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭരണസമിതി നടത്തുന്ന പ്രവർത്തനങ്ങൾ, ആ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ അത് ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് എപ്പോഴും എൻ്റെ പിന്തുണയും സഹായവും ഉണ്ടാകും എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചു. അത് നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനോടും അവിടുത്തെ മെമ്പർമാരോടും പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഉറപ്പാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ഉണ്ടാകും. ഇവിടെ നമ്മുടെ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള ഒരു തുക ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മിനി മാസ്റ്റ് ലൈറ്റ് ഇവിടെ സ്ഥാപിച്ചത്. അത് കുറച്ച് നമുക്കറിയാം, ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയാണ്. ഇതിന്റെ കാര്യങ്ങളിൽ ബന്ധപ്പെടുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച്. അത് ജോലിക്കറിയാം, അതുപോലെ തന്നെ അരുണിനറിയാം, ജോലിക്കറിയാം, അല്ലെങ്കിൽ കുടിവെള്ളം ചേർന്നറിയാം. പ്രഭയാണെങ്കിൽ എന്നെ എപ്പോഴും മിക്കവാറും ഒരു 2 ദിവസത്തിലൊരിക്കൽ പ്രഭ വിളിക്കും. ഇത് ആദ്യം ശുപാർശ ചെയ്ത ആളുകൾ ഒരാളെന്ന തരത്തിൽ എന്തായി, എങ്ങനെയായി, ഇത് ശരിയാക്കുന്നില്ലേ, ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് എന്നെല്ലാം പറയാം. എല്ലാവരും ഞാൻ പറഞ്ഞതിൽ അങ്ങനെ ഇത് അന്വേഷിക്കാനും തിരക്കാനും ഇവിടുത്തെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും അതുപോലെ ടൂറിസ്റ്റ് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്. ഇടയ്ക്ക് വാർഡ് കൗൺസിലർ S പൊടിയൻ പിള്ള അധ്യക്ഷത വഹിച്ചു. കാര്യം MLA ഒരുപാട് റിസ്ക് എടുത്താണ് നമുക്ക് ഈ ലോമാക്സ് ലൈറ്റ് ഇവിടെ അനുവദിച്ചത്. നമ്മൾ ഈ പ്രതീക്ഷിക്കാതെ ഒരു ക്ഷേത്രത്തിൽ അനുവദിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും റിസ്ക് അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അതിന് ഭഗവാന്റെയും ഭഗവതിയും പിന്നെ നാട്ടുകാരുടെയും എന്നും സ്നേഹവും കടപ്പാടും അദ്ദേഹത്തിനോട് ഉണ്ടാവും. കാരണം ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിന് നമ്മൾ നല്ല കാര്യത്തെ അംഗീകരിക്കുക. ഇവിടെ ക്ഷേത്രത്തിൽ എന്ത് നടന്നാലും നമ്മൾ ജാതിയോ രാഷ്ട്രീയമോ മതമോ ഒന്നും നോക്കാറില്ല. നല്ലത് നടക്കണം എന്ന് മാത്രമേ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ. അത് നിങ്ങളെല്ലാം മനസ്സിലാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അതൊരു അവസരം വരുമ്പോൾ നിങ്ങൾക്കത് ബോധ്യമാവും. ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു വ്യത്യാസവും ഇല്ല. അതാണ് ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് B ജ്യോതിനാഥ് സ്വാഗതം പറഞ്ഞു. നഗരസഭാ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിനോയ് രാജൻ, അഷ്ടമംഗലം സബ് ഗ്രൂപ്പ് ഓഫീസർ D ഉണ്ണികൃഷ്ണൻ നമ്പ്യാതിരി, വൈസ് പ്രസിഡന്റ് MR വിനോദ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. നഗരസഭാ കൗൺസിലർ ബിപിൻ കുമാർ, ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളായ K പ്രഭ, അനന്തകുമാർ, വിപിൻ, പ്രേംചന്ദ്, ബിനു M, രജനീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിനോടനുബന്ധിച്ച് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഭരതനാട്യത്തിൽ A ഗ്രേഡ് കരസ്ഥമാക്കിയ നിരഞ്ജന SRനെ ക്ഷേത്ര ഉപദേശക സമിതിക്ക് വേണ്ടി PS സുബാൽ MLA അനുമോദിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി S അരുൺകുമാർ നന്ദി പറഞ്ഞു. ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്നായിരുന്നു ക്ഷേത്ര മൈതാനത്തിൽ ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുക എന്നത്. ക്ഷേത്ര ഉപദേശസമിതി അതുപോലെ തന്നെ ക്ഷേത്ര ഉപദേശസമിതി അംഗങ്ങളും കൂടെ ചേർന്ന് ബഹുമാന്യനായ MLA സമീപിച്ചപ്പോൾ അദ്ദേഹം വളരെ അനുഭവപൂർവമായാണ് അത് പരിഗണിച്ചത്. ഈ ക്ഷേത്രത്തിൽ ഇന്ന് ആ വെളിച്ചക്കുറവിന്റെ ആ പ്രശ്നം മാറിയിരിക്കുകയാണ്. ഇതനുസരിച്ച് തന്ന ബഹുമാന്യനായ MLA ക്ഷേത്ര ഉപദേശസമിതിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. റിപ്പോർട്ടർ സുരാജ്, പുനലൂർ. ആഘോഷിക്കൂ ഈ ക്രിസ്മസ് ന്യൂ ഇയർ അല്ലമിനോടൊപ്പം. 4 ഗ്രാമിന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. ഡിസംബർ 1 മുതൽ ജനുവരി 25 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ. 1ാം സമ്മാനം ഗോൾഡ് നെക്ലേസ്,
രണ്ടാം സമ്മാനം ഡയമണ്ട് റിംഗ്, മൂന്നാം സമ്മാനം ഗോൾഡ് റിംഗ്. കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങൾ. ഈ ആഘോഷനാളിൽ 50% അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് 1% അധിക മൂല്യം. പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം. 0% സ്വർണ്ണ വർഷ. അല്ലമീൻ ഗോൾഡൻ ഡയമണ്ട്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ.